സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോഴും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. തിരുവനന്തപുരത്ത് റിനു ശ്രീധർ തത്സമയം ചേരുകയാണ്. റിനു, പൊതുവെ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് എന്തൊക്കെ അത്യാഹിതങ്ങളാണ്, എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്? ഗുഡ് മോർണിംഗ് എസ് കെ. ഏറ്റവും അവസാനമായി ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പുതിയ ബുള്ളറ്റിൻ പുറത്തു വരും. രാത്രി നൽകിയ ബുള്ളറ്റിൻ അനുസരിച്ച് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ഉള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലുമാണ് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. തിരുവനന്തപുരത്തും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും ശക്തമായിട്ടുള്ള മഴ പെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ മുതൽ മഴയുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിലടക്കം വലിയ മഴ തന്നെയാണ് ഉള്ളത്. എന്തായാലും നമുക്ക് അലർട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരാൻ, അതായത് ഈ പ്രദേശങ്ങളിൽ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അതേസമയം യെല്ലോ അലർട്ടിലേക്ക് പോവുകയാണെങ്കിൽ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ന്യൂനമർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. തീരദേശ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് ലക്ഷദ്വീപ് തീരത്തിലുള്ളവർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്ക് കടലിൽ പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. എസ് കെ. താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.